ഹലോ ലേണേഴ്സ്, എല്ലാവർക്കും ലേൺവൈസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സോ നമ്മുടെ പേപ്പറുടെ പേര് ഇന്റർനാഷണൽ ബിസിനസ് മാനേജ്മെന്റ് എന്നാണ്. അതിലെ യൂണിറ്റ് 1 ദാറ്റ് വാസ് ഡൈനാമിക്സ് ഓഫ് ഇന്റർനാഷണൽ ബിസിനസ് നമ്മളത് കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തു. ഈ വീഡിയോയിൽ വി വിൽ ഡിസ്കസ് അബൌട്ട് ദ യൂണിറ്റ് 2 ഗ്ലോബലൈസേഷൻ ആൻഡ് ഇവോൾവിംഗ് പാരഡിം. അപ്പൊ ആഗോളവൽക്കരണം എങ്ങനെയാണ്, എന്താണ് അതിന്റെ വികസന മാതൃക, എങ്ങനെയാണ് വികസിച്ച് വന്നിട്ടുള്ളത് എന്ന കാര്യമായിരിക്കും നമ്മൾ ഇതിൽ ഡിസ്കസ് ചെയ്യാം. So moving on to the objectives of Unit 2, that is explain the concept of globalization. So Unit 2 globalization concept endana ennulla karyam we will learn, and of course it describes the evolving paradigm of globalization. So unit inde heading il thanne undu evolving paradigm. എങ്ങനെയാണ് globalization വികസിക്കുന്നത്, അതെങ്ങനെയാണ് ഇവോൾവ് ചെയ്യുന്നത് എന്ന കാര്യമായിരിക്കും പഠിക്കുക. അതുപോലെ തന്നെ we will identify the factors which influence the process of globalization. So globalization പ്രോസസ്സിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് we will learn. അതുപോലെ തന്നെ describe the importance of industry globalization drivers. ഒരു ഇൻഡസ്ട്രി അല്ലെങ്കിൽ ഒരു കമ്പനീനെ ഒരു ഗ്ലോബലൈസേഷൻ പ്രോസസ്സിലേക്ക് ഡ്രൈവ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണ് അതിനെക്കുറിച്ച് നമ്മൾ പഠിക്കും. അതുപോലെ തന്നെ explain the strategic implications of global strategy. അപ്പോൾ ഗ്ലോബൽ ഇന്റഗ്രേഷന് ശേഷം ഒരു ഫേം അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷൻ എന്തൊക്കെ കോൺസിക്വൻസസോ അല്ലെങ്കിൽ ഒരു നേഷൻ എന്തൊക്കെ കോൺസിക്വൻസസ് ആയിരിക്കും നേരിടുക എന്ന കാര്യമായിരിക്കും നമ്മൾ യൂണിറ്റ് 2 മെയിൻ ആയിട്ട് പഠിക്കുക. സോ മൂവിംഗ് ഓൺ ടു ദി മീനിങ് ഓഫ് ഗ്ലോബലൈസേഷൻ. സോ ആസ് പെർ യുനെസ്കോ, ഗ്ലോബലൈസേഷൻ ക്യാൻ ബി ഡിഫൈൻഡ് ആസ് a set of economic, social, technological, political and cultural structures and processes arising from the changing character of production, consumption and trade of goods and assets that comprise the base of the international political economy. ഇപ്പോൾ ഡെഫിനിഷൻ കാണുമ്പോൾ തന്നെ ഒരു ഭയങ്കര കോംപ്ലക്സിറ്റി ഉണ്ടല്ലേ, പക്ഷെ ഇതിന്റെ മീനിങ് എന്ന് പറയുന്നത് സിമ്പിൾ ആണ്. ഒരു എക്കണോമി, ഒരു സാമ്പത്തിക വ്യവസ്ഥ അല്ലെങ്കിൽ ഒരു സമ്പദ് വ്യവസ്ഥ എടുത്തു നോക്കുമ്പോൾ അതിനെ ഡിഫൈൻ ചെയ്യുന്ന ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത് അവിടെയുള്ള പ്രൊഡക്ഷൻ ഫെസിലിറ്റി, അവിടുത്തെ കൺസംഷൻ പാറ്റേൺ, അതുപോലെ തന്നെ ട്രേഡ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് എങ്ങനെയാണ് നടക്കുന്നത്, ഇതനുസരിച്ചിരിക്കും ഒരു എക്കണോമിന്റെ ക്യാരക്ടറിസ്റ്റിക്സ്. ഈ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് എക്കണോമിന്റെ ക്യാരക്ടറിസ്റ്റിക്സിനെ ഡിഫൈൻ ചെയ്യുന്നത്. അപ്പൊ ഇതിലെല്ലാം വരുന്ന മാറ്റങ്ങൾ അത് അവിടെയുള്ള എക്കണോമിക്, സോഷ്യൽ, ടെക്നോളജിക്കൽ, പൊളിറ്റിക്കൽ ആൻഡ് കൾച്ചറൽ സ്ട്രക്ചേഴ്സിലും എന്താണ് മാറ്റങ്ങൾ കൊണ്ടുവരും. അപ്പോ ഇങ്ങനെയുള്ള ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുക, ഗ്ലോബലൈസേഷൻ എന്ന് പറയുക. സോ ഗ്ലോബലൈസേഷൻ ആക്ച്വലി ഒരു സിമ്പിൾ വേർഡ്സിൽ പറയുകയാണെങ്കിൽ ഇറ്റ് ഈസ് എ ഇന്റഗ്രേഷൻ ഓഫ് എക്കണോമിക് ബോർഡേഴ്സ് ഓഫ് എവറി നേഷൻ. എല്ലാ രാജ്യങ്ങളുടെയും എക്കണോമിക് ബോർഡേഴ്സിനെ ഒന്നിപ്പിക്കുന്ന, ഇന്റഗ്രേറ്റ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ആക്ച്വലി ഗ്ലോബലൈസേഷൻ. ഇനി കുറച്ചുകൂടി ഒരു സിംപ്ലർ ടേംസിൽ നോക്കുകയാണെങ്കിൽ globalization can also be defined as the global spread of production and trade which is comprehensively supported by technology, unrestricted mobility of capital and largely facilitated access of labor. അപ്പോൾ ഈ ഒരു ഡെഫിനിഷനിൽ പറയുന്നത് ഗ്ലോബലൈസേഷൻ എന്ന് പറയുന്നത് ഗ്ലോബൽ സ്പ്രെഡ് ഓഫ് പ്രൊഡക്ഷൻ ആൻഡ് ട്രേഡ് ആൻഡ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് ഗ്ലോബലി സ്പ്രെഡ് ആയി കിടക്കുന്ന ഒരു ആക്ടിവിറ്റി ആയിട്ടാണ് പറയുന്നത്. ഈ ഗ്ലോബൽ സ്പ്രെഡ് ഓഫ് പ്രൊഡക്ഷൻ ആൻഡ് ട്രേഡ് എങ്ങനെയാണ് സംഭവിക്കുന്നത്? ഇറ്റ് ഈസ് ഡ്യൂ ടു ദ technical advancements happening in the field of technology, then unrestricted mobility of capital, മൂലധനത്തിന്റെ മൊബിലിറ്റി, അതായത് ഒരു രാജ്യത്തിൽ നിന്ന് വേറൊരു രാജ്യത്തിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാം, ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്യാം. ക്യാൻ ബി ഇൻ ദ ഫോം ഓഫ് FDI, ഫോറിൻ ഡയറക്ട് ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട്, അല്ലെങ്കിൽ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് വഴി എന്താണ് ക്യാപിറ്റല് മൊബിലൈസ് ചെയ്യാനായിട്ട് സാധിക്കും. അവിടെ റെസ്ട്രിക്ഷൻസ് ഒന്നും ഇപ്പൊ ഇല്ല. പണ്ടത്തെ സിറ്റുവേഷൻ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഇപ്പൊ അങ്ങനെയുള്ള റെസ്ട്രിക്ഷൻസ് എല്ലാം കുറവാണ്. അതുപോലെ തന്നെ ആക്സസ് ഓഫ് ലേബർ എന്നുള്ളത് എന്താണ്, അതിന്റെ ഒരു അവൈലബിലിറ്റി ഇപ്പോൾ കൂടുതലാണ്. അപ്പോൾ ഗ്ലോബലൈസേഷൻ ഈ ഒരു പ്രോസസ് എല്ലാം ഈ ടെക്നോളജിക്കൽ, മെയിൻ ആയിട്ട് ടെക്നോളജി ആൻഡ് കമ്മ്യൂണിക്കേഷനിൽ അഡ്വാൻസ്മെന്റ് വന്നത് കൊണ്ടാണ് ആഗോളവൽക്കരണം സാധ്യമാകുന്നത്. അതുകൊണ്ട് തന്നെ പ്രൊഡക്ഷൻ ഒരു പോയിന്റിൽ നടത്താനും പറ്റും. അതുപോലെ തന്നെ ഇതിനെ എന്താണ് ഒരു ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റി ഉപയോഗിച്ചുകൊണ്ട് കൺസംഷൻ പോയിന്റിലേക്ക് ഈസി ആയിട്ട് എത്തിക്കാനും കഴിയും. കമേഴ്ഷ്യൽ ടേംസിൽ നമ്മൾ നോക്കുമ്പോൾ സോ ദിസ് ഇസ് ദ ഡെഫിനിഷൻ ഓഫ് ഗ്ലോബലൈസേഷൻ. ആൻഡ് ടു പുട്ട് ഇറ്റ് ഇൻ സിമ്പിൾ വേർഡ്സ്, അല്ലെങ്കിൽ വേറൊരു ഇതിൽ പറയുകയാണെങ്കിൽ ഇറ്റ് ഇൻവോൾവ്സ് ദ ഇന്റർ കണക്ഷൻ ഓഫ് കൺട്രീസിന്റെ ഇന്റർ കണക്ഷൻ. എങ്ങനെ? എക്കണോമിക്കലി ആൻഡ് കൾച്ചറലി, സാമ്പത്തികപരമായിട്ടും സാംസ്കാരികപരമായിട്ടുള്ള ഇന്റർ കണക്ഷൻ among countries, and these interconnections are shaped by newer and smarter evolution of technologies. Of course അവിടെയും പറയുന്നുണ്ട് എന്താണ് ടെക്നോളജിയിൽ വന്ന മാറ്റങ്ങൾ.
ആൻഡ് പൊളിറ്റിക്കൽ സപ്പോർട്ട്. ഇപ്പൊ പണ്ടത്തെ പോലെ പവർ സ്ട്രഗിൾസോ ഈ പവറിന് വേണ്ടിയിട്ടുള്ള യുദ്ധങ്ങളോ അതൊന്നുമില്ല. അതൊക്കെ പണ്ടത്തെ ഒരു സിറ്റുവേഷൻ വെച്ച് നോക്കുമ്പോൾ ഇപ്പോൾ കമ്പാരിറ്റീവ്ലി കുറവാണ്. സോ പൊളിറ്റിക്കൽ സപ്പോർട്ട് ഉണ്ട് ആൻഡ് ഫെസിലിറ്റേറ്റഡ് ലീഗൽ ആൻഡ് റെഗുലേറ്ററി റെജിം. അപ്പൊ എല്ലാ ഗവൺമെന്റും എന്താണ് ചെയ്യുന്നത്, ഈ ഇന്റർനാഷണൽ ബിസിനസ് ത്വരിതപ്പെടുത്തുക എന്നുള്ള ഒരു എയിം മുന്നിൽ കണ്ടുകൊണ്ട് എന്താണ് അതിനനുസരിച്ചുള്ള പൊളിറ്റിക്കൽ ആൻഡ് ഓഫ് കോഴ്സ് ലീഗൽ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ആ ഒരു രീതിക്കാണ് എന്താണ് ഫ്രെയിം ചെയ്യുന്നത്. സോ ഇതൊരു കുറച്ചുകൂടി ഈസി ആയിട്ടുള്ള ഒരു ഡെഫിനിഷൻ ആണ് അല്ലേ. സോ ഗ്ലോബലൈസേഷൻ ഇൻവോൾവ്സ് ദ ഇന്റർ കണക്ഷൻ ഓഫ് കൺട്രീസ് economically and culturally, and these interconnections are shaped by what? Shaped by newer and smarter evolution of technologies, political support, and facilitated legal and regulatory regime. And developments leading to higher degree of globalization. അപ്പോൾ ഈ എക്കണോമിക്കലി പൊളിറ്റിക്കലി ടെക്നോളജിക്കലി എല്ലാം വരുന്ന ഡെവലപ്മെന്റ്സ് ഹയർ ഡിഗ്രി ഓഫ് ഗ്ലോബലൈസേഷനെ ലീഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഡെഫിനിഷൻ പഠിച്ചത് വഴി നമുക്ക് മനസ്സിലായ ഒരു ബേസിക് കാര്യമാണ് അല്ലേ. അപ്പം വേറെ അതുപോലെ തന്നെ കുറെ ഫാക്ടേഴ്സ് ഗ്ലോബലൈസേഷനെ അഫക്ട് ചെയ്യുന്നുണ്ട്. അത് ഏതൊക്കെയാണ്? ഒബ്വിയസ്ലി ദ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് തിങ് ഇസ് ടെക്നോളജിക്കൽ ഇന്നോവേഷൻ, ടെക്നോളജിയിൽ വരുന്ന പുതിയ മാറ്റങ്ങൾ. അതുപോലെ തന്നെ ട്രാൻസ്പോർട്ട് കോസ്റ്റ് ആൻഡ് സ്പീഡ് ഓഫ് ട്രാൻസ്പോർട്ട്. ട്രാൻസ്പോർട്ട് കോസ്റ്റ് എന്ന് പറയുന്നത് പണ്ടത്തെ ഒരു കാലം വെച്ച് നോക്കുമ്പോൾ ഇപ്പൊ ഭയങ്കര കുറവാണ്. കാരണം ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റിയിൽ വന്ന വലിയ ഡ്രാസ്റ്റിക് ആയ മാറ്റങ്ങൾ തന്നെയാണ് അതിന് കാരണം. അതുപോലെ സ്പീഡ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറയുന്നത് ഇപ്പോൾ ഇൻക്രീസ് ആയിട്ടുണ്ട്. ഇപ്പോ കപ്പൽ മാർഗം ചരക്ക് നീക്കം ചെയ്യുമ്പോൾ കുറച്ച് ദിവസങ്ങൾ പിടിക്കുമായിരിക്കും, പക്ഷെ അതൊരു ചീപ്പർ മോഡ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ ആണ്. ഇപ്പൊ നമുക്ക് പെട്ടെന്ന് ഒരു സാധനം അല്ലെങ്കിൽ ഒരു ഗുഡ്സ് ആൻഡ് സർവീസസ് വേറൊരു കൺട്രിയിലേക്ക് അവൈലബിൾ ആക്കണമെങ്കിൽ ഇപ്പൊ നമുക്ക് എന്താണ് കപ്പൽ മാർഗം അത് പറ്റത്തില്ല, ഒരുപാട് സമയം എടുക്കും. സോ വി ക്യാൻ അവൈൽ ദ അനദർ മോഡ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ, ദാറ്റ് ഈസ് ഇപ്പോൾ എയർപ്ലെയിൻ വഴി നമുക്ക് എന്താണ് അതിനെ അങ്ങോട്ട് എത്തിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇവിടെ സ്പീഡ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ എന്താണ് ഇൻക്രീസ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ ട്രാൻസ്പോർട്ടേഷനിൽ വന്ന മാറ്റങ്ങൾ. ദെൻ പാർട്ടിസിപ്പേറ്റിംഗ് ഇൻ ഗ്ലോബൽ വാല്യൂ ചെയിൻ ഫോർ എൻഹാൻസ്ഡ് ട്രേഡ് ഓപ്പർച്യൂണിറ്റീസ്. അപ്പോൾ ഗ്ലോബലി ട്രേഡ് നടത്തുമ്പോൾ ഇന്റർനാഷണലി ബിസിനസ് ചെയ്യുമ്പോൾ അതുവഴി ഒരു ഓർഗനൈസേഷന് കിട്ടുന്ന ആനുകൂല്യങ്ങൾ ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത് കൂടുതലാണ്. അപ്പോൾ ആ ഒരു ഗ്ലോബൽ വാല്യൂ ചെയിനിലുള്ള പാർട്ടിസിപ്പേഷൻ. അതുപോലെ തന്നെ റിലേറ്റീവ്ലി പീസ്ഫുൾ വേൾഡ് ഓർഡർ. ഇപ്പൊ പണ്ടത്തെ പോലെ വാർ യുദ്ധങ്ങൾ എന്നുള്ളതൊക്കെ കുറവാണ്. അപ്പോൾ ഇപ്പൊ ലോകം എന്ന് പറയുന്ന ഒരു പീസ്ഫുൾ ആയിട്ടുള്ള ഒരു ഓർഡറിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. സോ റിലേറ്റീവ്ലി പീസ്ഫുൾ വേൾഡ് ഓർഡർ is another factor which is contributing to the development of globalization. Then liberalization of world economy and harmonization of trade rules under WTO. ഇപ്പോൾ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ ഉണ്ടല്ലേ, നേഷൻസ് തമ്മിലുള്ള ട്രേഡിനെ അഡ്മിനിസ്റ്റർ ചെയ്യാനായിട്ട് ഉള്ള ഓർഗനൈസേഷൻ ആണ് വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ. ഇപ്പോൾ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ പറയുന്നത് എക്കണോമിക് ടേംസ് ആൻഡ് കണ്ടീഷൻസ് കുറച്ചുകൂടി ലിബറൽ ആക്കണം എന്നാണ്. അപ്പൊ അതിൽ വന്നിട്ടുള്ള ലിബറലൈസേഷൻ ആൻഡ് ലിവറേജിംഗ് ഫാക്ടർ എൻഡോവ്മെന്റ് ഇൻ ഗ്ലോബൽ പ്രൊഡക്ഷൻ. ഇപ്പോൾ ഗ്ലോബൽ പ്രൊഡക്ഷന് വേണ്ടിയിട്ട് നമുക്ക് എന്താണ് ഫാക്ടേഴ്സിന്റെ അവൈലബിലിറ്റി ആവശ്യമായിട്ടുണ്ട്. അപ്പോൾ ഈ ഫാക്ടേഴ്സ് എല്ലാം ഈസി ആയിട്ട് അവൈലബിൾ ആണ്. ഒരു രാജ്യത്തിൽ അവൈൽ ചെയ്യാത്ത അല്ലെങ്കിൽ ഇല്ലാത്ത, അവൈൽ ചെയ്യപ്പെടാത്ത, ചെയ്യാൻ പറ്റില്ലാത്ത ആൻഡ് ഓഫ് കോഴ്സ് അവൈലബിൾ അല്ലാത്ത ഫാക്ടേഴ്സ് വേറൊരു രാജ്യത്തിൽ നിന്ന് നമുക്ക് അവൈൽ ചെയ്യാനായിട്ട് പറ്റും ത്രൂ എന്താണ് ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ് ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസ്. അതുകൊണ്ട് തന്നെ ഫാക്ടേഴ്സിന്റെ അവൈലബിലിറ്റി, ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷന്റെ അവൈലബിലിറ്റി എന്താണ് കൂടുതലാണ്. സോ ആ ഒരു കണ്ടീഷനും എന്താണ് ഗ്ലോബലൈസേഷൻ അതിന്റെ ഡെവലപ്മെന്റിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഗ്ലോബൽ പ്രോബ്ലംസ് ആയ മൈഗ്രേഷൻ, ക്ലൈമറ്റ് റിലേറ്റഡ് ഇഷ്യൂസ്, ടെററിസം, ഇങ്ങനത്തെ ഇഷ്യൂസ്, ഗ്ലോബൽ ഇഷ്യൂസ് എല്ലാം ഇപ്പോൾ കുറവാണ്. അതുകൊണ്ട് തന്നെയാണ് ഗ്ലോബലൈസേഷൻ എന്ന ആ ഒരു പ്രോസസ്സ് ഇപ്പോൾ ഡെവലപ്മെന്റ് സ്റ്റേജിൽ ഉള്ളത്. സോ അതിനെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു ഫാക്ടേഴ്സിനെ കുറിച്ചുള്ള ഒരു ഓവറോൾ ഐഡിയ വി ഹാവ് ലേൺ, റൈറ്റ്? നൗ വി വിൽ ലേൺ അബൌട്ട് ദ എവല്യൂഷൻ ഓഫ് ഗ്ലോബലൈസേഷൻ. ഗ്ലോബലൈസേഷൻ എങ്ങനെയാണ് ഇവോൾവ് ചെയ്ത് വന്നിട്ടുള്ളത്, അതിന്റെ ഡിഫറെന്റ് സ്റ്റേജസ് ആയിരിക്കും നമ്മളിവിടെ പഠിക്കുക. സോ ദ ഫസ്റ്റ് സ്റ്റേജ് ഇറ്റ് സ്റ്റാർട്ട്സ് ഫ്രം 1830. 1830കളിലാണ് ഗ്ലോബലൈസേഷന്റെ തുടക്കം. ആരംഭകാലം 1830കളിലാണ്. അത് 1880 വരെ നീണ്ടു നിൽക്കുന്നുണ്ട്. അപ്പോൾ 1830 to 1880 എന്നാണ് ഫസ്റ്റ് സ്റ്റേജ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യപ്പെടുന്നത്. ദെൻ സോ ദ ട്രിഗേഴ്സ്. അപ്പൊ അതിന് കാരണമായ ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്? ഇൻട്രൊഡക്ഷൻ ടു റെയിൽ റോഡ്സ് ആൻഡ് ഓഷ്യൻ ട്രാൻസ്പോർട്ട്. അപ്പോൾ ട്രെയിൻ മാർഗമുള്ള ചരക്ക് നീക്കം ഇൻട്രൊഡ്യൂസ് ചെയ്തതും അതുപോലെ തന്നെ കപ്പൽ മാർഗം ഓഷ്യൻ ട്രാൻസ്പോർട്ട് എല്ലാം ഇൻട്രൊഡ്യൂസ് ചെയ്തത് ആ ഒരു പീരീഡിലാണ്. അതാണ് മെയിൻ ആയിട്ടുള്ള ഫാക്ടർ ദാറ്റ് വാസ് കോൺട്രിബ്യൂട്ടിംഗ് ടു ദ ബിഗിനിങ് സ്റ്റേജ് ഓഫ് ഗ്ലോബലൈസേഷൻ. അപ്പൊ ആ ഒരു കാലഘട്ടത്തിലെ ക്യാരക്ടറിസ്റ്റിക് എന്ന് പറയുന്നത് റൈസ് ഓഫ് മാനുഫാക്ചറിങ്, ക്രോസ് ബോർഡർ ട്രേഡ് ഓഫ് കമ്മോഡിറ്റീസ്. മാനുഫാക്ചറിങ് ആക്ടിവിറ്റി ഒരുപാട് വർദ്ധിച്ചത് ആ ഒരു ടൈം പീരീഡിലാണ്. അതുപോലെ തന്നെ
രാജ്യങ്ങൾ തമ്മിലുള്ള ചരക്ക് കൈമാറ്റം, ട്രേഡ് ഓഫ് കമ്മോഡിറ്റീസ് ലാർജ്ലി ബൈ ട്രേഡിംഗ് കമ്പനീസ് ആദ്യം എക്സ്പോർട്ട് ആൻഡ് ഇമ്പോർട്ട് ആണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ ആ ഒരു ടൈം പീരീഡിലെ ക്യാരക്ടറിസ്റ്റിക് എന്ന് പറയുന്നത് മാനുഫാക്ചറിങ് ആക്ടിവിറ്റി ഇൻക്രീസ് ആയതും അതിപ്പോ അവിടെ ഡൊമസ്റ്റിക് മാർക്കറ്റിൽ വരുന്ന എക്സസ് പ്രോഡക്ട്സ് രാജ്യങ്ങൾ തമ്മിൽ എന്ത് ചെയ്യുന്നു, അവര് കൈമാറ്റം ചെയ്യുന്നു. ട്രേഡ് ഓഫ് കമ്മോഡിറ്റീസും അവിടെ സംഭവിക്കുന്നു. അതാണ് ഫസ്റ്റ് സ്റ്റേജ് ഓഫ് ഗ്ലോബലൈസേഷൻ എന്ന് പറയുന്നത്. സോ ദ സെക്കൻഡ് സ്റ്റേജ്, അത് 1990-കളിലാണ് സെക്കൻഡ് സ്റ്റേജ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ 1900 ടു 1930s ആ ഒരു പീരീഡ് ആണ് സെക്കൻഡ് സ്റ്റേജ് എന്ന് പറയുന്നത്. ആ സമയത്താണ് ഇലക്ട്രിസിറ്റിന്റെ ഉപയോഗം കൂടുതലായി കണ്ടുവരുന്നത്. ആ ഒരു ടൈം പീരീഡിലാണ്. ദെൻ സ്റ്റീൽ പ്രൊഡക്ഷൻ ഇൻക്രീസ് ആകുന്നത് ആ ഒരു ടൈം പീരീഡിലാണ്. അതാണ് വേറൊരു ഫാക്ടർ. ഓക്കെ, സോ അത് ആ കാലഘട്ടത്തിലെ ക്യാരക്ടറിസ്റ്റിക് എന്ന് പറയുന്നത് എമർജൻസ് ആൻഡ് ഡോമിനൻസ് ഓഫ് early multinational enterprises, primarily European and North American, in manufacturing, extractive and agricultural industries. അപ്പോൾ പ്രൈമറി ഇൻഡസ്ട്രീസിൽ എന്താണ് ഈ മൾട്ടിനാഷണൽ കമ്പനീസിന്റെ കടന്നുവരവ് മോസ്റ്റ്ലി യൂറോപ്യൻ ആൻഡ് നോർത്ത് അമേരിക്കയിലാണ് ആക്ച്വലി ഇത് സംഭവിക്കുന്നത്. ആൻഡ് അവരാണ് ആദ്യത്തെ മൾട്ടിനാഷണൽ കമ്പനീസ് ആയിട്ട് മറ്റു രാജ്യങ്ങളിൽ പോയിട്ട് എന്താണ് ബിസിനസ് എസ്റ്റാബ്ലിഷ് ചെയ്യാനായിട്ട് തുടങ്ങുന്നത്. ദെൻ തേർഡ് സ്റ്റേജ് എന്ന് പറയുന്നത് സ്റ്റാർട്ട് ചെയ്യുന്നത് എപ്പോഴാണ്? 1948-ലാണ്. ദെൻ ഇറ്റ് ലാസ്റ്റ് ടിൽ 1970s. 1948-കളിൽ തുടങ്ങി 1970 വരെ എന്താണ് തേർഡ് സ്റ്റേജ് എന്നൊരു പീരീഡ് നീണ്ടു നിൽക്കുന്നുണ്ട്. അപ്പോ തേർഡ് സ്റ്റേജിൽ ട്രിഗർ ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്? ഫോർമേഷൻ ഓഫ് ജനറൽ അഗ്രിമെന്റ് ഓൺ ടാരിഫ് ആൻഡ് ട്രേഡ്, ഗാറ്റിന്റെ ഫോർമേഷൻ അപ്പോഴാണ് സംഭവിക്കുന്നത്. ദെൻ എൻഡ് ഓഫ് വേൾഡ് വാർ 2, ഇപ്പോ രണ്ടാമത്തെ ലോകമഹായുദ്ധം അവസാനിക്കുന്നത് ആ ഒരു ടൈം പീരീഡിലാണ്, 1948-ലാണ്. ദെൻ മാർഷൽ പ്ലാൻ ടു റീകൺസ്ട്രക്ട് യൂറോപ്പ്, ഇപ്പൊ യൂറോപ്പിന്റെ ആ ഒരു എക്കണോമിക് സിസ്റ്റംസ് എല്ലാം എന്താണ് റീകൺസ്ട്രക്ട് ചെയ്യപ്പെടുന്നത് ആ ഒരു ടൈം പീരീഡിലാണ്. ദെൻ ഈ ഒരു ടൈം പീരീഡിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് concerted effort on the part of industrializing Western countries to gradually reduce barriers to trade. അപ്പോൾ ട്രേഡ് ബാരിയേഴ്സ് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യുന്നു? വെസ്റ്റേൺ കൺട്രീസിൽ ഇൻഡസ്ട്രിയലൈസേഷൻ, ഇവിടെ വ്യവസായവൽക്കരണം എന്താണ് തകൃതിയായി നടക്കുന്നു. ദെൻ റൈസ് ഓഫ് മൾട്ടിനാഷണൽ കമ്പനീസ് ഫ്രം ജപ്പാൻ. അപ്പോൾ സെക്കൻഡ് സ്റ്റേജിൽ ദ കമ്പനീസ് MNCs were primarily from European and North American countries. ഇപ്പൊ യൂറോപ്യൻ കൺട്രീസിലും നോർത്ത് അമേരിക്കൻ കൺട്രീസിലും ഉള്ള ഫേംസ് ആയിരുന്നു മൾട്ടിനാഷണൽ കമ്പനീസ് ആയിട്ട് മറ്റു രാജ്യങ്ങളിൽ പോയിട്ട് എന്ത് ചെയ്തുകൊണ്ടിരുന്നത്? കച്ചവടം ചെയ്തുകൊണ്ടിരുന്നത്, ബിസിനസ് ചെയ്തുകൊണ്ടിരുന്നത്. ദെൻ തേർഡ് സ്റ്റേജിലേക്ക് വരുമ്പോൾ ഇവിടെ ജാപ്പനീസ് കൺട്രീസ് MNCs ആയിട്ട് എന്ത് ചെയ്യുന്നു? ഉത്ഭവിക്കുന്നു, റൈസ് ചെയ്യുന്നു. ദെൻ ക്രോസ് ബോർഡർ ഫ്ലോ ഓഫ് മണി പാരലലിംഗ് ദ ഡെവലപ്മെന്റ് ഓഫ് ഗ്ലോബൽ ക്യാപിറ്റൽ മാർക്കറ്റ്. അപ്പോൾ ഗ്ലോബൽ ക്യാപിറ്റൽ മാർക്കറ്റിന്റെ ഡെവലപ്മെന്റ് ഇവിടെയാണ് സംഭവിക്കുന്നത്. അപ്പോൾ അക്രോസ് ദ ബോർഡേഴ്സ് മൂലധനത്തിന്റെ ഒഴുക്ക് ഇവിടെ എന്താണ് തേർഡ് സ്റ്റേജിൽ സംഭവിക്കുന്നു. ദെൻ ഫോർത്ത് സ്റ്റേജ് 1980 ടു 2008. അപ്പൊ 1980 തൊട്ട് 2008 വരെ എന്ത് ഫോർത്ത് സ്റ്റേജ് എന്ന പീരീഡ് ഉള്ളത്. ദെൻ റാഡിക്കൽ, ഇവിടെ ട്രിഗർ ചെയ്യുന്ന ഫാക്ടേഴ്സ് റാഡിക്കൽ അഡ്വാൻസസ് ഇൻ ഇൻഫർമേഷൻ, കമ്മ്യൂണിക്കേഷൻ, മാനുഫാക്ചറിങ് ആൻഡ് കൺസൾട്ടേഷൻ ടെക്നോളജീസ്. അപ്പോൾ കമ്മ്യൂണിക്കേഷനിലും ഇൻഫർമേഷൻ ടെക്നോളജിയിലും മാനുഫാക്ചറിങ് ടെക്നോളജീസിലും ഒക്കെ ഉള്ള റാഡിക്കൽ ആയിട്ടുള്ള മാറ്റങ്ങൾ ഇവിടെയാണ് സംഭവിക്കുന്നത്. ദെൻ പ്രൈവറ്റൈസേഷൻ ഓഫ് സ്റ്റേറ്റ് ഓൺഡ് എന്റർപ്രൈസസ് ഇൻ ഡെവലപ്പിംഗ് കൺട്രീസ്. അപ്പോൾ ഡെവലപ്പിംഗ് കൺട്രീസിൽ ഈ ഗവൺമെന്റ് ഓൺഡ് കമ്പനീസ് എല്ലാം പ്രൈവറ്റ് ഓൺഡ് കമ്പനീസിലേക്ക് മാറുന്നത് ആ ഒരു ടൈം പീരീഡിലാണ്. ഇന്ത്യയിലും തന്നെ 1990s-ലാണ് എന്ത് ചെയ്യുന്നത്? ന്യൂ എക്കണോമിക് പോളിസി കൊണ്ടുവരുന്നത്. അപ്പോൾ ഇന്ത്യയിൽ ഉണ്ടായിരുന്ന ഇന്ത്യൻ കമ്പനീസിലെല്ലാം അതിനെല്ലാം പ്രൈവറ്റ് പാർട്ടീസിലേക്ക് വിറ്റ ഒരു ടൈം പീരീഡ് ആ ഒരു സമയത്താണ്. ദെൻ റിമാർക്കബിൾ എക്കണോമിക് ഗ്രോത്ത് ഇൻ എമർജിംഗ് മാർക്കറ്റ്സിൽ. അപ്പോൾ വികസന രാജ്യങ്ങളിൽ എന്താണ് കാര്യമായ എക്കണോമിക് ഗ്രോത്ത് കണ്ടുവരുന്നത് കാണപ്പെട്ടത് ആ ഒരു ടൈം പീരീഡിലാണ്. ദെൻ ആ ഒരു കാലഘട്ടത്തിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് അൺപ്രസിഡന്റഡ് റേറ്റ് ഓഫ് ഗ്രോത്ത് ഇൻ ക്രോസ് ബോർഡർ ട്രേഡ് ഓഫ് പ്രോഡക്ട്സ്. അപ്പോൾ ഇവിടെ അക്രോസ് ദ ബോർഡേഴ്സ് ട്രേഡ് വന്നിട്ട് കൂടുതലായിട്ട് കണ്ടുവരുന്നത്, അതിന്റെ ഒരു ഗ്രോത്ത് ഉണ്ടായത് ആ ഒരു ടൈം പീരീഡിലാണ്. ആൻഡ് ക്യാപിറ്റൽ, അതുപോലെ തന്നെ മൂലധനത്തിന്റെ ഒഴുക്കും ആ ഒരു സമയത്ത് കൂടുതലായിട്ട് കാണപ്പെടുന്നുണ്ട്. ദെൻ പാർട്ടിസിപ്പേഷൻ ഇൻ ഇന്റർനാഷണൽ ബിസിനസ് ഓഫ് സ്മോൾ ആൻഡ് ലാർജ് കമ്പനീസ് ബൈ ഇൻവെസ്റ്റേഴ്സ് ഫ്രം മെനി കമ്പനീസ് ഫോക്കസിംഗ് ഓൺ എമർജിംഗ് മാർക്കറ്റ്സ് ഫോർ എക്സ്പോർട്ട്, FDI ആൻഡ് സോഴ്സിംഗ് ആക്ടിവിറ്റീസ്. അതുപോലെ തന്നെ MNCs കൂടുതലായിട്ട് എമർജിംഗ് എക്കണോമീസിലോട്ട്
ചുവട് വെക്കുന്നത് ആ ഒരു ടൈം പീരീഡിലാണ്, 4th സ്റ്റേജിലാണ്. ദെൻ 5th സ്റ്റേജ്. അപ്പൊ 2008 തൊട്ട് ഇപ്പോൾ ടിൽ ഡേറ്റ് വരെയുള്ള ഈ ഒരു പീരീഡിനാണ് നമ്മൾ എന്ത് പറയുന്നത്, 5th സ്റ്റേജ് എന്ന് പറയുന്നത്. 5th സ്റ്റേജിലാണ് ഏറ്റവും കൂടുതൽ മാറ്റങ്ങൾ കാണപ്പെടുന്നത്, ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ചേഞ്ചസ്, ദാറ്റ് ടു ഇൻ ദ ഫീൽഡ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി. അപ്പൊ അവിടെ മാറ്റങ്ങൾ വരുന്ന ഈ ഒരു ടൈം പീരീഡിലാണ്. ദ ട്രിഗറിംഗ് ഫാക്ടേഴ്സ് ആർ disruptive changes in the ways, ഏത് വേസിൽ the entire supply chain processes works, algorithm based technologies such as artificial intelligence, IoT, then blockchain is transforming the entire business economic system. അപ്പോൾ blockchain technology, artificial intelligence, ഈ ഒരു then information technology ആൻഡ് ഇൻഫർമേഷൻ കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി, ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഏറ്റവും വലിയ മാറ്റം വരുന്നത് ഈ ഒരു ടൈം പീരീഡിലാണ്. ദെൻ the flip side of industrial revolution 4.0 is that it is creating classes, rich getting richer and poor getting poorer. അപ്പോൾ ഈ ഒരു ടൈം പീരീഡിലാണ് ഗ്ലോബലൈസേഷൻ നല്ലതാണ് എന്നുള്ള ഒരു നോഷൻ നമുക്ക് ആദ്യം തുടക്കകാലങ്ങളിൽ ഉണ്ടാകുന്നുണ്ട്. പിന്നെ ഇതിന്റെ ഒരു മറുവശം കാണപ്പെടുന്നത് ഈ ഒരു ടൈം പീരീഡിലാണ്, ഇൻഡസ്ട്രിയലൈസേഷന്റെ 4th സ്റ്റേജിലാണ് നമ്മൾ ഉള്ളത്. അപ്പം ഇവിടെയാണ് എന്താണ്, റിച്ചർ കൺട്രീസ് they are getting even more richer and poorer countries are getting poorer എന്നുള്ള ഒരു കൺസെപ്റ്റ് മനസ്സിലാക്കപ്പെടുന്നത് ഇവിടെയാണ്. അപ്പോൾ ഈ ഒരു ടൈം പീരീഡിലാണ് ഗ്ലോബലൈസേഷനെ കുറിച്ച് ഒരു റീഗ്ലോബലൈസേഷന് വരെ ചിന്തിക്കുന്ന ഒരു ടൈം പീരീഡ് ഇപ്പോഴാണ് സംഭവിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു പീരീഡിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്, ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ 4.0 is transforming the global business landscape. ഗ്ലോബൽ ബിസിനസ് ലാൻഡ്സ്കേപ്പിനെ തന്നെ മാറ്റിമറിക്കുന്നത് ഈ ഒരു ടൈം പീരീഡിലാണ്. The one who invest, learn and master these disruptive technologies will rule the world. അപ്പോൾ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നവർ, ഇതിൽ ഉൾപ്പെടുന്നവർക്ക് ഈ ലോകത്തിന്റെ ഒരു ഗതി തന്നെ മാറ്റിമറിക്കാനുള്ള ഒരു പവർ ഇവിടെ അവർ ഏൺ ചെയ്യുന്നുണ്ട്. Then the 3 main byproducts of industrial revolution are ever growing number of fintech transactions. അതായത് ഫൈനാൻഷ്യൽ സർവീസസ് എല്ലാം ടെക്നോളജി ബേസ്ഡ് സർവീസസ് ആയിട്ട് ഇവിടെ മാറുന്നു. ഫിൻടെക്, അതായത് ഫൈനാൻഷ്യൽ ടെക്നോളജീസ് കൂടുതലായിട്ട് കണ്ടുവരുന്നത് ഈ ഒരു ടൈം പീരീഡിലാണ്. ദെൻ ഇ കോമേഴ്സ് ബേസ്ഡ് ക്രോസ് ബോർഡർ ട്രേഡ് ആൻഡ് കസ്റ്റമർ സെൻട്രിക് ലീൻ മാനുഫാക്ചറിങ്. അപ്പൊ ഇവിടെ ഇ കോമേഴ്സിനാണ്, കൊമേഴ്സ് എന്ന് പറയുന്നത് കുറച്ചുകൂടി എന്താണ്, അഡ്വാൻസ്ഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് ക്രോസ് ബോർഡർ ആക്ടിവിറ്റീസ്, ക്രോസ് ബോർഡർ ട്രേഡ് എല്ലാം ഏറ്റവും കൂടുതൽ നടക്കുന്നത് 2008 മുതൽക്കുള്ള കാലഘട്ടത്തിൽ നിന്നാണ്. ഓക്കെ, ഇവിടെ കുറച്ചുകൂടി കൺസ്യൂമർക്ക്, കസ്റ്റമർക്ക് എന്താണ് വേണ്ടത് എന്നുള്ളൊരു കാര്യത്തിലേക്കായിരിക്കും കൂടുതൽ എന്താണ് മുൻതൂക്കം കൊടുക്കുന്നത്. അപ്പോ ഇതൊക്കെയാണ് എന്താണ് ഗ്ലോബലൈസേഷന്റെ ഡെവലപ്മെന്റ് സ്റ്റേജസ്. അപ്പം ഇനി നെക്സ്റ്റ് വി ക്യാൻ ലേൺ അബൌട്ട് ദ ഇവോൾവിംഗ് പാരഡിം ഓഫ് ഗ്ലോബലൈസേഷൻ. സോ ഇൻ ദിസ് സെക്ഷൻ വി വിൽ ലേൺ അബൌട്ട് ദ ട്രെൻഡ് ടുവേർഡ്സ് ഗ്ലോബലൈസേഷൻ. ഇപ്പൊ ഗ്ലോബലൈസേഷൻ എന്നുള്ള പ്രോസസ്സിൽ വരുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ് എന്നതിനെ കുറിച്ചായിരിക്കും ഈ ഒരു പോർഷനിൽ നമ്മൾ പഠിക്കുക. അപ്പോൾ ആഫ്റ്റർ ദ ഗ്ലോബൽ പാൻഡമിക്, COVID-19 ശേഷം ഒരു പ്രൊട്ടക്ഷനിസ്റ്റ് പോളിസി മെക്കാനിസം ആണ് എല്ലാ രാജ്യങ്ങളും ചൂസ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ ഉള്ള ഒരു ട്രെൻഡ്. ദാറ്റ് ഈസ് ദ COVID-19 പാൻഡമിക് ആൻഡ് ദ റൈസ് ഓഫ് പ്രൊട്ടക്ഷനിസ്റ്റ് പോളിസീസ് ഇൻ വേരിയസ് പാർട്സ് ഓഫ് ദ വേൾഡ് ഹാവ് ലെഡ് ടു എ സ്ലോ ഡൗൺ ഇൻ ഇന്റർനാഷണൽ ട്രേഡ്, സപ്ലൈ ചെയിൻ ബോട്ടിൽ നെക്സ് ആൻഡ് എ റിട്രീറ്റ് ഫ്രം ഗ്ലോബൽ കോപ്പറേഷൻ. അപ്പോൾ ഇന്റർനാഷണൽ ട്രേഡിൽ ഒരു സ്ലോ ഡൗൺ കണ്ടു തുടങ്ങുന്നത് COVID-19 പാൻഡമിക്കിന് ശേഷമാണ്. അപ്പം ഈ കൺട്രീസ് എല്ലാം ഗ്ലോബലി ഇന്റർകണക്റ്റഡ് ആയിട്ട് ഇരിക്കുമ്പോൾ ഒരു രാജ്യത്ത് സംഭവിക്കുന്ന സംഭവ വികാസങ്ങൾ, അത് അഡ്വേഴ്സ് ഇവന്റ്സ് ആയിരിക്കാം, നല്ലതായിരിക്കാം, ഇതിന്റെ ഇഫക്ട്സ് മറ്റു രാജ്യങ്ങളിലേക്കും എന്ത് ചെയ്യും, സ്പിൽ ഓവർ ചെയ്യും. അതായത് ഇവിടെ നിന്ന് അങ്ങോട്ട് സ്പ്രെഡ് ആവാനുള്ള ഒരു ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ the pandemic driven economic recession, increasing strategic hegemony and mistrust, realignment of countries on a new platforms like AUKUS, അതായത് ഓസ്ട്രേലിയ, UK and the USA, and Quad countries like Australia, India, Japan and the US has given rise to debate of realignment of global supply chain. Global supply chain തന്നെ realign ചെയ്യാനുള്ള ഒരു നയം മുന്നോട്ട് വെക്കുന്നുണ്ട്. ഇപ്പോൾ എസ്റ്റാബ്ലിഷ്ഡ് ആയ എക്കണോമിക് യൂണിയൻസ് ആൻഡ് ട്രേഡ് ബ്ലോക്സ് ഉണ്ട്. അത് കൂടാതെ ഇപ്പൊ കുറെ കൺട്രീസ്, ഇപ്പൊ I2, U2, അതുപോലെ തന്നെ AUKUS, ഇവിടെ ഓസ്ട്രേലിയ, UK ആൻഡ് USA ആണ് മെൻഷൻ ചെയ്യുന്നത്. അതുപോലെ ക്വാഡ് കൺട്രീസ്, 4 രാജ്യങ്ങളുടെ കൂട്ടായ്മ, ഓസ്ട്രേലിയ, ഇന്ത്യ, ജപ്പാൻ ആൻഡ് ദ US, ഇവര് തമ്മിൽ ഒരു ട്രേഡ് ബ്ലോക്ക് ഫോം ചെയ്യാണ് ചെയ്യുന്നത്. ഇതൊരു സെലക്റ്റീവ് കൺട്രീസുമായിട്ട് ഒരു എക്കണോമിക് യൂണിയൻ ആൻഡ് ട്രേഡ് ബ്ലോക്സ് ഫോം ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഗ്ലോബലൈസേഷന്റെ ഈ ഗ്ലോബൽ സപ്ലൈ ചെയിൻ ആൻഡ് ഗ്ലോബലൈസേഷന്റെ തന്നെ ഒരു റീഅലൈൻമെന്റിനെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ മോസ്റ്റ്ലി ഇത് സംഭവിച്ചത്
COVID-19 ഗ്ലോബൽ പാൻഡമിക്കിന് ശേഷമാണ്. അപ്പോൾ ഒരു എക്കണോമിക് റിസഷൻ വന്നത് ആ ഒരു സമയത്താണ്. അപ്പോൾ കൺട്രീസ് തമ്മിലുള്ള ഒരു ട്രസ്റ്റ്, ഒരു അവിശ്വാസ്യതയാണ് അവിടെ സംഭവിക്കുന്നത്. ട്രസ്റ്റ് ഇല്ലാതെ ആയത് ആ ഒരു ടൈം പീരീഡിലാണ്, ആ ഒരു ഗ്ലോബൽ പാൻഡമിക്കിന് ശേഷമാണെന്ന് നമുക്ക് പറയാം. ഇപ്പോ ഇതിനെ എക്സ്പേർട്സ് വേറൊരു രീതിയിൽ ഇതിനെ എന്ത് ചെയ്യുന്നുണ്ട്, ഇന്റർപ്രറ്റ് ചെയ്യുന്നുണ്ട്. സം എക്സ്പേർട്സ് കോൾ ദിസ് ഫിനോമിനൻ ആസ് ഗേറ്റഡ് ഗ്ലോബലൈസേഷൻ. ഗേറ്റഡ് ഗ്ലോബലൈസേഷൻ മീൻസ് ദേ ആർ ക്രിയേറ്റിംഗ് എ ഗേറ്റ്. അവിടെ ഒരു ഹിൻഡ്രൻസ് ക്രിയേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിന് സപ്പോർട്ട് ചെയ്യുന്ന ആർഗ്യുമെന്റ്സ് അവർ വെക്കുന്നത്, they argued that the regions from North America to Latin America, Europe, Asia, Africa, and even in Oceania, the nationalist policies are aimed at creating walls with restrictive gates, heralding an era of selective trade policies with selective trade partners. അതായത് എല്ലാവരുമായിട്ടും എന്താണ് ഒരു എഗ്രിമെന്റ് ദേ ആർ നോട്ട് ഫോമിങ്. ഒരു സെലക്റ്റീവ് ട്രേഡ് പാർട്ട്ണറിനെ മാത്രം എടുക്കുന്നു. അവർക്ക് കോമ്പറ്റീറ്റീവ്ലി അഡ്വാൻറ്റേജ് ആയിട്ട് തോന്നുന്ന കൺട്രീസിനെ മാത്രം അവർ എന്ത് ചെയ്യുന്നു, അല്ലെങ്കിൽ ഈ ഒരു കൺട്രിയുടെ കൂടെ ട്രേഡിംഗ് വെക്കുകയാണെങ്കിൽ നമുക്ക് ഇത്രയും ബെനിഫിറ്റ് ഉണ്ടാകും എന്നുള്ള ഒരു സ്ട്രാറ്റജി മുന്നിൽ വെച്ചുകൊണ്ട് മാത്രമാണ് ചില രാജ്യങ്ങളുമായിട്ട് അവർ ട്രേഡ് പോളിസീസ് അല്ലെങ്കിൽ ട്രേഡ് എഗ്രിമെന്റ്സ് സൈൻ ചെയ്യുന്നത്. അതുപോലെ ഇന്ത്യ, ദേ ഹാവ് ഓൾസോ അനൗൺസ്ഡ് ദ സെൽഫ് റിലയന്റ് ഇന്ത്യ. അപ്പൊ ഇന്ത്യ ബഡ്ജറ്റ് COVID-19 ശേഷം ബഡ്ജറ്റ് പ്രഖ്യാപിച്ചപ്പോൾ ആത്മനിർഭർ ഭാരത് സ്കീം, അങ്ങനെ ഒരു, അതായത് സെൽഫ് റിലയന്റ് ഇന്ത്യ സ്കീം ഇൻട്രൊഡ്യൂസ് ചെയ്യുകയുണ്ടായില്ലേ. അപ്പൊ അതിന്റെ എയിം എന്ന് പറയുന്നത് പ്രൊമോട്ടിംഗ് ആൻഡ് എൻകറേജിങ് ഡൊമസ്റ്റിക് പ്രൊഡക്ഷൻ. ഇന്ത്യയിൽ തന്നെ സെൽഫ് റിലയന്റ് ആവുക, നമ്മൾ സ്വയം പര്യാപ്തത വരിക്കുക എന്നുള്ളൊരു ഗോളാണ് ഇവിടെ മുന്നോട്ട് വെക്കുന്നത്. ഡൊമസ്റ്റിക് പ്രൊഡക്ഷൻ, നമ്മുടെ ബൗണ്ടറീസിനകത്ത് തന്നെ എന്ത് ചെയ്യുക, പ്രൊഡക്ഷൻ നടത്തുക. ആൻഡ് സബ്സ്റ്റിറ്റ്യൂട്ടിംഗ് ഇമ്പോർട്ട്സ് ഇൻ 12 മേജർ ഇൻഡസ്ട്രിയൽ സെക്ടേഴ്സ്. 12 ഇൻഡസ്ട്രിയൽ സെക്ടേഴ്സിൽ ആക്ച്വലി ഈ ഇമ്പോർട്ട് ഡിപ്പെൻഡന്റ് ആയിട്ടുള്ള ഇൻഡസ്ട്രീസ് ഉണ്ട്, ഇമ്പോർട്ടിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട്. അപ്പോൾ റോ മെറ്റീരിയൽസ് എല്ലാം ഇമ്പോർട്ട് ചെയ്ത് ഇന്ത്യയിലേക്ക് വരണം, എന്നാൽ മാത്രമേ അവർക്ക് മാനുഫാക്ചറിങ് ആക്ടിവിറ്റീസ് കണ്ടക്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യം ഇനി പാടില്ല. അതിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തുകൊണ്ട് ഇന്ത്യയിൽ അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സിനെ വെച്ചുകൊണ്ട് തന്നെ പ്രൊഡക്ഷൻ നടത്തുക എന്നുള്ളൊരു, ഇന്ത്യ സെൽഫ് റിലയന്റ് ആവുക എന്നൊരു എയിമാണ് ഇത് മുന്നോട്ട് വെക്കുന്നത്. ഇതൊരു ചെറിയൊരു റെസ്ട്രിക്റ്റീവ് ട്രേഡ് പോളിസി ആണെന്ന് പറയുന്നത്. ഒരു പ്രൊട്ടക്ഷനിസ്റ്റ് മെക്കാനിസം, ഡൊമസ്റ്റിക് മാർക്കറ്റിനെ പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളൊരു മെക്കാനിസം ആണ് ഇവിടെ നടക്കുന്നത്. അപ്പോൾ ദീസ് ഡെവലപ്മെന്റ്സ് ഇൻഡിക്കേറ്റ് ദാറ്റ് ദ പാർട്ട് ഓഫ് വേൾഡ് എക്കോണമി ഈസ് മൂവിംഗ് ടുവേർഡ്സ് ഗേറ്റഡ് ഗ്ലോബലൈസേഷൻ. അപ്പൊ റീ ഗ്ലോബലൈസേഷൻ എന്ന് പറഞ്ഞാൽ ഒരു റിയലൈൻമെന്റ് എന്ന് ചിലർ പറയുന്നുണ്ടെങ്കിലും ചിലരുടെ ആർഗ്യുമെന്റ്സ് ഒരു ഗേറ്റഡ് ഗ്ലോബലൈസേഷൻ സംഭവിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ഇതിനെക്കുറിച്ച് നമ്മൾ കൂടുതലായിട്ട് ഒരു ഇന്ത്യൻ സെനാറിയോയിൽ പഠിക്കുകയാണെങ്കിൽ ഇന്ത്യൻ പോളിസി ചോയ്സസ്, ഇന്ത്യയുടെ നയങ്ങൾ, ഇന്ത്യയുടെ പോളിസി ചോയ്സസ് എങ്ങനെയാണ് ഇൻ ദ സെനാറിയോ ഓഫ് ഗ്ലോബലൈസേഷൻ, പ്രീ ഗ്ലോബലൈസേഷൻ ആൻഡ് ഗേറ്റഡ് ഗ്ലോബലൈസേഷൻ. സോ ഗേറ്റഡ് ഗ്ലോബലൈസേഷൻ ചലഞ്ചസ്, ഗേറ്റഡ് ഗ്ലോബലൈസേഷൻ ചലഞ്ചസ് ഇൻ ദ സെൻസ് ഇവിടെ കുറച്ച് രാജ്യങ്ങളുമായിട്ട് എന്താണ് നമുക്ക് ഒരു ട്രേഡിംഗ് പാർട്ട്ണർഷിപ്പ് വേണ്ട എന്ന് വെക്കുന്നു. ഇപ്പൊ ചൈന ആഫ്റ്റർ ദ ഗ്ലോബൽ പാൻഡമിക് COVID-19 ശേഷം ചൈനയെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള കുറെ ഇൻഡസ്ട്രീസ് നമ്മുടെ നാട്ടിലുണ്ട്. ഓക്കെ, അപ്പം അവിടെ നിന്നുള്ള റോ മെറ്റീരിയൽസ് നമുക്ക് വേണ്ട, അല്ലെങ്കിൽ ചൈനയിലുള്ള നമ്മളുടെ സെന്റേഴ്സിനെ റീലൊക്കേറ്റ് ചെയ്യണം എന്നുള്ള ആവശ്യങ്ങളെല്ലാം ഇവിടെ മുന്നോട്ട് വെക്കപ്പെടുന്നുണ്ട്. അപ്പോൾ ഗേറ്റഡ് ഗ്ലോബലൈസേഷനിലേക്ക് പോയി കഴിഞ്ഞു വെച്ചാൽ ഫ്രീ ട്രേഡ് അവിടെ സാധ്യമാവുന്നില്ല. അപ്പൊ അങ്ങനെ ഒരു ആർഗ്യുമെന്റ് ഉണ്ട്. അതുപോലെ തന്നെ ഡൈവേഴ്സ് സ്റ്റേക്ക് ഹോൾഡർ പെർസ്പെക്റ്റീവ്. അപ്പൊ നമ്മുടെ ഇന്ത്യയിൽ തന്നെ കുറച്ചുകൂടി എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള കൺസ്യൂമേഴ്സ് എന്താണ് ഗ്ലോബൽ ബെഞ്ച്മാർക്കുള്ള, ഗ്ലോബൽ സ്റ്റാൻഡേർഡ്സിലുള്ള പ്രോഡക്ട്സ് ആയിരിക്കും അവർ എന്ത് ചെയ്യുക, ചൂസ് ചെയ്യുക, അവർ പ്രിഫർ ചെയ്യാതായിരിക്കും ക്വാളിറ്റി ആയിട്ടുള്ള പ്രോഡക്ട്സ് വേണ്ടല്ലേ. ഇത് വേറൊരു സെൻസിൽ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഫ്രം സെമി അർബൻ ആൻഡ് റൂറൽ ഏരിയാസ് അവിടെയുള്ള കസ്റ്റമേഴ്സ് ആൻഡ് കൺസ്യൂമേഴ്സ് അവർ പ്രിഫർ ചെയ്യുന്നത് മോസ്റ്റ്ലി സ്വദേശി പ്രോഡക്ട്സിന്. അപ്പൊ നമുക്ക് ഒരുപാട് പൈസ ബ്രാൻഡഡ് പ്രോഡക്ട്സിന് കൊടുക്കുന്ന പോലെ ഒരുപാട് പൈസ കൊടുക്കേണ്ടതില്ല. അവിടെ ഒരു ത്രിഫ്റ്റിനെസ് ആണ് അവർ മുന്നോട്ട് വെക്കുന്നത്. അതായത് സേവ് ചെയ്യാൻ നമുക്ക് ആവശ്യമുള്ള കാര്യം ഇന്ത്യൻ ബ്രാൻഡ് മതി, നമുക്ക് ബാക്കിയുള്ള പൈസ നമുക്ക് സേവ് ചെയ്ത് വെക്കാം എന്നുള്ളൊരു മൈൻഡ് സെറ്റ് ഉള്ള മിഡിൽ ക്ലാസ് ഗ്രൂപ്പിൽ വരുന്ന കൺസ്യൂമേഴ്സ് ഉണ്ട്. അവര് മോസ്റ്റ്ലി പ്രിഫർ ചെയ്യുന്നത് എന്താണ്, ഇന്ത്യൻ പ്രോഡക്ട്സ് മതി എന്നാണ്. അപ്പൊ അങ്ങനെ ഒരു ഡയലമ ഇന്ത്യക്കുണ്ട്. അതുകൊണ്ട് തന്നെ ആത്മനിർഭർ ഭാരത് ഡയലമ, അപ്പൊ നമ്മളുടെ ഇൻഡസ്ട്രീസിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യണമോ, പുറത്തുള്ള ഇൻഡസ്ട്രീസിനെ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യണമോ, അവരുമായിട്ടുള്ള ഒരു ട്രേഡ് പാർട്ട്ണർഷിപ്പ് വേണമോ എന്നുള്ള കാര്യങ്ങളിലെല്ലാം ഇപ്പോൾ ചർച്ച നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ ചൈനാസ് ഡോമിനൻസ് ആൻഡ് റീലൊക്കേഷൻ ചലഞ്ചസ്. അപ്പോൾ മോസ്റ്റ് ഓഫ് ദ ഇൻഡസ്ട്രീസ് ഇപ്പൊ എന്താ ചെയ്യുന്ന വെച്ചാൽ ഏഷ്യൻ എക്കണോമീസ്, ഇപ്പൊ ചൈനയിൽ അവർക്ക് കുറെ എസ്റ്റാബ്ലിഷ്ഡ് ഇൻഡസ്ട്രീസ് ഉണ്ട്. ചൈന അത്രയും റിസോഴ്സ് അബണ്ടന്റ് ആയിട്ടുള്ള ഒരു രാജ്യമാണ്. അപ്പം അവിടെ എസ്പെഷ്യലി ഫാർമ കമ്പനീസ്, അതുപോലെ തന്നെ ഓട്ടോമൊബൈൽ കമ്പനീസ്, ഇവരെല്ലാം അവിടെ പ്രൊഡക്ഷൻ സെന്റേഴ്സ് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ടെക്സ്റ്റൈൽ, ഈ സിൽക്ക് റിലേറ്റഡ് ടെക്സ്റ്റൈൽസ്, ഇവരെല്ലാം വന്നിട്ട് ഇപ്പൊ എന്താണ് ആലോചിക്കുന്നത് വെച്ചാൽ ഇന്ത്യയിലേക്ക്, ആഫ്റ്റർ ചൈന ഇന്ത്യയിൽ ഒരു മാർക്കറ്റ് ഉണ്ട് ഇതിന്.
വെൻ ഇറ്റ് കംസ് ടു ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി. അപ്പൊ ഇന്ത്യയിലോട്ട് അവരുടെ സെന്റേഴ്സ് മാറ്റിയാലോ എന്നുള്ള കാര്യങ്ങളെല്ലാം ഇവിടെ ആലോചിക്കുന്നുണ്ട്. അപ്പം ഇപ്പൊ ഇന്ത്യൻ പോളിസി മേക്കേഴ്സ് ആക്ച്വലി ദേ നീഡ് ടു തിങ്ക് അബൌട്ട് whether we have to follow gated globalization or re-globalization. അപ്പോൾ മോസ്റ്റ് ഓഫ് ദി പീപ്പിൾ ആർ സെയിങ് ദാറ്റ് റീഗ്ലോബലൈസേഷൻ ആയിരിക്കും കുറച്ചുകൂടി നല്ലത്. ഏത് കൺട്രിയുടെ കൂടെയാണ് നമുക്ക് പാർട്ട്ണർഷിപ്പ് വെച്ചാൽ ഒരു കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജ് ഉണ്ടാവുക, ഒരു ട്രേഡിംഗ് അഡ്വാൻറ്റേജ് ഏത് കൺട്രിയുടെ കൂടെ ആയിരിക്കും നമുക്ക് സാധ്യമാവുക എന്നുള്ളത് നോക്കി അവരുടെ കൂടെ മാത്രം ഒരു ട്രേഡ് പാർട്ട്ണർഷിപ്പ് ഫോം ചെയ്യുക, അങ്ങനെയുള്ള നയങ്ങളെല്ലാം ഇന്ത്യ എടുക്കണം എന്ന് പറയുന്ന ഒരു കൂട്ടം ആൾക്കാരും ഉണ്ട്. I mean, group of experts are there. So this is the Indian scenario when it comes to globalization, re-globalization and gated globalization. Actually, ഈ ഒരു പോർഷനിൽ ഇപ്പൊ റീസെന്റ് ആയിട്ട് നടന്നു വന്നിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. നമ്മളിപ്പോ ന്യൂസ് പേപ്പേഴ്സിലെല്ലാം കാണുന്ന കുറച്ച് ന്യൂസ് നമ്മൾ കണക്ട് ചെയ്താൽ നമുക്ക് ഇത് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ നമ്മൾ ഇവിടെ ഫോക്കസ് കൊടുക്കേണ്ടത് ഗേറ്റഡ് ഗ്ലോബലൈസേഷൻ, റീഗ്ലോബലൈസേഷൻ എന്നതിനെ കുറിച്ചുള്ള ചെറിയ ഐഡിയ മനസ്സിലാക്കുക. റീഗ്ലോബലൈസേഷൻ മീൻസ് ഒരു റീഅലൈൻമെന്റ് അവിടെ നടക്കുന്നു. ഗേറ്റഡ് ഗ്ലോബലൈസേഷൻ മീൻസ് അവിടെ ഒരു റെസ്ട്രിക്റ്റീവ് ട്രേഡ് പ്രാക്ടീസ് ആണ്. അതൊരു കുറച്ചുകൂടി ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ഒരു ഇമ്പാക്ട് ആയിരിക്കും കൊണ്ടുവരിക. റീഗ്ലോബലൈസേഷൻ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഇമ്പാക്റ്റും കൊണ്ടുവരും. ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് ഈ കാര്യങ്ങൾ വായിച്ചു നോക്കുകയാണെങ്കിൽ, ഇപ്പോൾ സെൽഫ് ലേണിംഗ് മെറ്റീരിയൽസിൽ മോഡ്യൂൾസിൽ കൊടുത്ത കാര്യങ്ങൾ വായിച്ചു നോക്കുകയാണെങ്കിൽ യു വിൽ ഗെറ്റ് എൻ ഐഡിയ. ഓക്കെ, അത് സിമ്പിൾ ആയിട്ട് നമ്മൾ ജനറലി മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഓൺവേർഡ്സിൽ ഇത് എഴുതാവുന്നതേ ഉള്ളൂ ഇഫ് ദേ ആർ ആസ്കിംഗ് ദിസ് ക്വസ്റ്റ്യൻ ഫോർ എക്സാം. ഓക്കെ, അപ്പം നെക്സ്റ്റ് ടോപ്പിക് ദാറ്റ് ഇസ് ഇഫക്ട്സ് ഓഫ് ഗ്ലോബലൈസേഷൻ. ഇപ്പോൾ ഗ്ലോബലൈസേഷന്റെ ആഫ്റ്റർ ഇഫക്ട്സ് എന്തൊക്കെയാണ്? നമുക്കറിയാം, ഗ്ലോബലൈസേഷൻ ഇസ് എ പ്രോസസ് ബൈ വിച്ച് ദർ ഇസ് എൻ ഇൻക്രീസ് ഇൻ ഇന്റർ കണക്ഷൻ. രാജ്യങ്ങൾ തമ്മിലുള്ള ഇന്റർ കണക്ഷൻ കൂടുതലാണ്. ആൻഡ് ഡിപെൻഡൻസ് ബിറ്റ്വീൻ നേഷൻസ് തമ്മിൽ ഡിപെൻഡന്റ് ആണ്, ഇന്റർഡിപെൻഡന്റ് ആണ്, ആശ്രയിച്ചിരിക്കുന്നു. ദെൻ പീപ്പിൾ ആൻഡ് ബിസിനസ് ത്രൂ ഗ്രേറ്റർ ക്രോസ് കൺട്രി മൊബിലിറ്റി, കമ്മ്യൂണിക്കേഷൻ ആൻഡ് ക്രോസ് കൾച്ചറൽ എക്സ്ചേഞ്ചസ്. ഇപ്പോൾ ക്രോസ് കൾച്ചറൽ എക്സ്ചേഞ്ചസ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ക്രോസ് കൺട്രി മൊബിലിറ്റി കാരണം കൺട്രീസ് തമ്മിൽ ഇന്റർ കണക്റ്റഡ് ആണ്, ദെൻ ഇന്റർഡിപെൻഡന്റ് ആണ്. Thus, globalization process has given impetus to greater global production and distribution of products and services of a homogeneous kind on a worldwide basis. ഒരു സ്റ്റാൻഡർഡൈസ്ഡ് ആയിട്ടുള്ള ഹോമോജിനസ് നേച്ചറിലുള്ള പ്രോഡക്ട്സ്. ഈവൻ ഇപ്പൊ കൺസ്യൂമേഴ്സ് എല്ലാവർക്കും അറിയാം, ഇപ്പൊ ഗ്ലോബലി എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ബ്രാൻഡഡ് പ്രോഡക്ട്സിന്റെ ക്വാളിറ്റി എങ്ങനെയായിരിക്കും. അപ്പോൾ അവിടെയുള്ള പ്രോഡക്ട്സ് അതേ ക്വാളിറ്റിയിൽ കൊടുക്കുന്ന പ്രോഡക്ട്സ് ഇവിടെയുള്ള ഇവിടെ ഇൻ ദ സെൻസ് ഇപ്പൊ ഇന്ത്യയിൽ ഡൊമസ്റ്റിക്, ഇഫ് യു ആർ ടേക്കിംഗ് ദ ഡൊമസ്റ്റിക് മാർക്കറ്റ്, ഇപ്പൊ ഇന്ത്യൻ കൺസ്യൂമേഴ്സ് അതുപോലെ ഡിമാൻഡ് ചെയ്യുകയാണെങ്കിൽ എല്ലാവർക്കും ഒരു ഹോമോജീനിയസ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് കൊടുക്കുക. അപ്പൊ ഒരു ഹോമോജീനിയസ് ആയിട്ടുള്ള മാർക്കറ്റ് ആണ് ഇവിടെ എന്താ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്. അപ്പൊ ഇതൊരു ബേസിക് ആയിട്ടുള്ള ഒരു മാറ്റമാണ് ആഫ്റ്റർ ദ ഫിനോമിനൻ കോൾഡ് ഗ്ലോബലൈസേഷൻ. ഓക്കെ, അപ്പം മേജർ ആയിട്ടുള്ള ഇഫക്ട്സ് എന്ന് പറയുന്നത് 4ആണ്. ദ ഫസ്റ്റ് വൺ ഇസ് ഇന്റഗ്രേഷൻ ഓഫ് എക്കണോമീസ്, ദെൻ ഇന്റഗ്രേഷൻ ഓഫ് സ്ട്രാറ്റജി, ഇന്റഗ്രേഷൻ ഓഫ് ഇൻഡസ്ട്രീസ് ആൻഡ് ഇന്റഗ്രേഷൻ ഓഫ് മാർക്കറ്റ്സ്. വൺ ബൈ വൺ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഇത് പഠിക്കാം. ഗ്ലോബലൈസേഷൻ എസെൻഷ്യലി ലീഡ്സ് ടു ഗ്രേറ്റർ ഇന്റർഡിപെൻഡൻസ് അമംഗ് കൺട്രീസ്. കൺട്രീസ് തമ്മിൽ ഒരു ആശ്രയിച്ചിരിക്കുന്ന ഒരു സിറ്റുവേഷൻ, തമ്മിൽ ആശ്രയിക്കപ്പെട്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. വാട്ട്? ഗ്ലോബലൈസേഷൻ. ഇപ്പൊ ഫോർ എക്സാമ്പിൾ, ചൈന ഒരു റോ മെറ്റീരിയൽ സപ്ലയർ ആണ്, ലാർജസ്റ്റ് പ്രൊഡ്യൂസർ ഓഫ് റോ മെറ്റീരിയൽ ഫോർ ഫാർമസ്യൂട്ടിക്കൽസ്. അപ്പൊ അവര് അതിന്റെ റോ മെറ്റീരിയൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്നു ആൻഡ് ദേ ആർ സപ്ലൈങ് ഇറ്റ് ടു ദ അനദർ കൺട്രി നോൺ ആസ് ഇന്ത്യ. അപ്പൊ ഇന്ത്യയിൽ എന്താണ് ഈ റോ മെറ്റീരിയൽസ് സപ്ലൈ ചെയ്യപ്പെടുന്നത്? ഇന്ത്യ ഇത് എന്ത് ചെയ്യുന്നു? ഇമ്പോർട്ട് ചെയ്തിട്ട് ഇവിടെയുള്ള ഇൻഡസ്ട്രീസിന്റെ പിൻബലത്തോടുകൂടി ഇന്ത്യ ജനറിക് മെഡിസിൻസ് ഉണ്ടാക്കി അത് വേൾഡ് മാർക്കറ്റിലേക്ക് എന്ത് ചെയ്യുന്നു? എക്സ്പോർട്ട് ചെയ്യുന്നു. അപ്പൊ ഇവിടെ ഇന്ത്യ ഇസ് ഡിപെൻഡന്റ് ഓൺ China for raw materials and the world market is dependent on India for the finished product. അപ്പോൾ കൺട്രീസ് തമ്മിൽ ഒരു ഇന്റർഡിപെൻഡൻസ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. So this is one of the effect of globalization, that is integration of economies. And the other one, integration of strategy. So a global strategy would require establishing the brand name and products in prominent markets globally in order to reap the benefits of competitive advantage through scale, scope, systems and synergy economies. Say for example, ഒരു എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു ബ്രാൻഡ് നെയിം ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ഒരു പ്രോമിനന്റ് മാർക്കറ്റിൽ എന്ത് ചെയ്യണം? ഗ്ലോബലി അവിടെ പ്രോഡക്ട്സിന് ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്യണം. അങ്ങനെ ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ഒറ്റയ്ക്ക് ഒരു കമ്പനി വിചാരിച്ചാൽ അത് നടക്കില്ല. അപ്പോൾ ദേ നീഡ് ടു ഹാവ് സം like alliances with other strategic business units. അപ്പൊ അതേ ബിസിനസ് വിഷനുള്ള ഒരേ ബിസിനസ് സ്ട്രാറ്റജി ഫോളോ ചെയ്യുന്ന ഒരേ ബിസിനസ് ആക്ടിവിറ്റി ചെയ്യുന്ന കമ്പനീസിനെ കണ്ടെത്തി അവരുടെ കൂടെ ഒരു ഇന്റഗ്രേഷൻ സാധ്യമാക്കണം.
എന്നാൽ മാത്രമേ ഗ്ലോബലി എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു ബ്രാൻഡ് നെയിം ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ ആഫ്റ്റർ ഗ്ലോബലൈസേഷൻ വാട്ട് ഹാപ്പൻസ് ഇസ് ഇന്റഗ്രേഷൻ ഓഫ് എക്കണോമീസ് ഹാപ്പൻസ്. ഇന്റഗ്രേഷൻ ഓഫ് എക്കണോമീസ് നടക്കുമ്പോൾ രാജ്യങ്ങളിൽ വെവ്വേറെ രാജ്യങ്ങളിൽ കച്ചവടം ചെയ്യുന്ന ബിസിനസ് ചെയ്യുന്ന ബ്രാൻഡ്സിന് വന്നിട്ട് എന്ത് ചെയ്യാനായിട്ട് പറ്റും? ദേ ക്യാൻ ഫോം ആൻ അലയൻസ്, സ്ട്രാറ്റജിക് അലയൻസ് അവിടെ ഫോം ചെയ്യാനായിട്ട് പറ്റും. സ്ട്രാറ്റജിക് അലയൻസ് ഫോം ചെയ്യുമ്പോൾ ആക്ച്വലി ദേ ആർ ഗെറ്റിംഗ് ദ സിനർജറ്റിക് എഫക്ട്, ദാറ്റ് ഇസ് 1+1=3, ഇറ്റ്സ് മോർ ദാൻ 2 എന്നാണ് പറയുക. സോ ഒരേ ബിസിനസ് സ്ട്രാറ്റജി, ഒരേ വിഷൻ ഉള്ളവര് കൂടെ ചേർന്ന് വർക്ക് ചെയ്യുമ്പോൾ അവർക്ക് കിട്ടുന്ന ബെനിഫിറ്റ് എന്ന് പറയുന്നത് ഇറ്റ്സ് മോർ ദാൻ വാട്ട് ദേ ആർ തിങ്കിങ് എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. വൺ ഓഫ് ദി അനദർ ഇഫക്ട് ഇസ് ഇന്റഗ്രേഷൻ ഓഫ് strategy. And the next one is integration of industries. So globalization facilitates the increase in integration of production activity and distribution of value added to world markets on the basis of competitive advantages. So global industries become interdependent, enjoying location advantage by virtue of their presence in host, parent or third world countries and leveraging the cost-effective factors of production in the entire supply chain operations of a firm. അപ്പോൾ ഒരു ഫേമിന് ഗ്രേറ്റർ പ്രൊഡക്ഷൻ നടക്കണമെങ്കിൽ അവരുടെ യൂണിറ്റ് കോസ്റ്റ് എന്താവണം? അത് കുറയണം. അങ്ങനെ യൂണിറ്റ് കോസ്റ്റ് കുറയണമെങ്കിൽ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷന്റെ കോസ്റ്റ് എന്ത് ചെയ്യണം? കുറയേണ്ടതായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ട്. അപ്പോൾ സ്വന്തം രാജ്യത്ത് അവൈലബിൾ ആയിട്ടുള്ള ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷന് കോസ്റ്റ് അധികമാണെങ്കിൽ വാട്ട് ദേ ക്യാൻ ഡു ഇസ് ദേ ക്യാൻ ഫൈൻഡ് അതർ മാർക്കറ്റ് in other countries like third world countries, developing countries or underdeveloped ആയിട്ടുള്ള കൺട്രീസിൽ തന്നെ ചിലപ്പം നാച്ചുറൽ റിസോഴ്സസിന്റെ ഒക്കെ അബണ്ടൻസ് കൂടുതലായിരിക്കും, മിനറൽ റിസോഴ്സസിന്റെ ഒക്കെ അബണ്ടൻസ് കൂടുതലായിരിക്കും. അങ്ങനെയുള്ള രാജ്യങ്ങൾ കണ്ടെത്തി അവിടെയുള്ള ഇൻഡസ്ട്രീസ് ആൻഡ് ഫേംസുമായിട്ട് സ്ട്രാറ്റജിക് അലയൻസ് ഫോം ചെയ്യുക, അവരുമായിട്ട് ഇന്റഗ്രേറ്റ് ചെയ്യുക. അതുവഴി എന്ത് അവർക്ക് ലഭിക്കും? പ്രൊഡക്ഷൻ ആക്ടിവിറ്റി ഇൻക്രീസ് ആകും, അവരുടെ ഗ്ലോബൽ സപ്ലൈ ചെയിൻ ഒന്നുകൂടി എന്താകും? ഇൻക്രീസ് ആകുകയാണ് ചെയ്യുന്നത്. അവർക്കൊരു ആക്ച്വലി ദേ ആർ ഗെറ്റിംഗ് എ കോമ്പറ്റീവ് അഡ്വാൻറ്റേജ്. കാരണം ഓരോ രാജ്യത്ത് ഓരോ ലൊക്കേഷൻ അഡ്വാൻറ്റേജ് ആണ് ഉള്ളത്. അപ്പൊ അതിനനുസരിച്ച് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷന്റെ അവൈലബിലിറ്റി കൂടുകയും ചെയ്യും അറ്റ് ദ ലോ കോസ്റ്റ്. അതുകൊണ്ട് തന്നെ അവിടെ അവരുടെ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ കുറയുന്നത് കൊണ്ട് തന്നെ എന്താണ്? യൂണിറ്റ് കോസ്റ്റ് എന്ത് പറയണം? കുറയാണ് ചെയ്യുന്നത്. യൂണിറ്റ് കോസ്റ്റ് കുറയുമ്പോൾ ക്വാളിറ്റി പ്രോഡക്ട്സ് കുറഞ്ഞ പ്രൈസിൽ കൺസ്യൂമേഴ്സിനെ അവൈൽ ചെയ്യിക്കാനായിട്ട് പറ്റും. അപ്പോൾ വെൻ ദർ ഇസ് എ ലോ പ്രൈസ് ദർ ഇസ് മോർ ഡിമാൻഡ്. അതാണല്ലോ നമ്മളുടെ എക്കണോമിക് ഡിമാൻഡ് ലോ പറയുന്നത്. സോ ഇന്റഗ്രേഷൻ ഓഫ് ഇൻഡസ്ട്രീസ് അവിടെ എന്ത് ചെയ്യുന്നു? സാധ്യമാകുന്നു. ദെൻ ഇന്റഗ്രേഷൻ ഓഫ് മാർക്കറ്റ്സ്. ദ അതർ ഇഫക്റ്റ് ഓഫ് ഗ്ലോബലൈസേഷൻ ഇസ് ദ ഇന്റഗ്രേഷൻ ഓഫ് മാർക്കറ്റ്സ്. മാർക്കറ്റുകൾ തമ്മിൽ എന്താണ്? ഇന്റഗ്രേറ്റഡ് ആവുന്ന ഒരു അവസ്ഥ സൃഷ്ടിക്കപ്പെടുന്നു. അപ്പൊ ഇവിടെ മാർക്കറ്റ്സ് തമ്മിൽ ഇന്റഗ്രേറ്റ് ചെയ്യപ്പെടുക എന്ന് പറയുന്നത് ഓരോ ഡൊമസ്റ്റിക് മാർക്കറ്റും ഡിഫറെന്റ് ആണല്ലേ, ഓരോ കൺസ്യൂമർക്കും ഓരോ ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ് ആണ് ഉള്ളത്. ബട്ട് ഡ്യൂ ടു ഗ്ലോബലൈസേഷൻ ഈ മാർക്കറ്റ്സ് എല്ലാം ഒരൊറ്റ ഗ്ലോബൽ മാർക്കറ്റ് എന്ന ഒരു ലെവലിലേക്കാണ് വരുന്നത്. അപ്പൊ അവിടെയുള്ള കൺസ്യൂമേഴ്സ്, ഗ്ലോബൽ മാർക്കറ്റിലുള്ള കൺസ്യൂമേഴ്സ് എല്ലാവരും ഒരു സിമിലർ ലൈക്കിംഗ് ആൻഡ് ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ് ആയിരിക്കും പ്രോഡക്ട്സ് വെൻ ഇറ്റ് കംസ് ടു ദ പ്രോഡക്ട്സ് എന്നുള്ളൊരു നോഷൻ ആണ് അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്. അത് എങ്ങനെയാണ് സാധ്യമാകുന്നത്? ആക്ച്വലി ഗ്ലോബലൈസേഷൻ കാരണം ടാരിഫ് ആൻഡ് നോൺ ടാരിഫ് ബാരിയേഴ്സ് ഉണ്ടല്ലോ, ഇതെല്ലാം അവിടെ ഇല്ലാതെയാകുന്നു, അത് ലോവർ ആകുന്നു. ആ ഒരു കേസിൽ ഫ്രീ ട്രാൻസ്ഫർ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് സംഭവിക്കുന്നു. അപ്പോൾ ഡെവലപ്ഡ് കൺട്രീസിൽ അവൈലബിൾ ആയിട്ടുള്ള പ്രോഡക്ട്സ് എല്ലാം സ്റ്റാൻഡേർഡ് പ്രോഡക്ട്സ്, സ്റ്റാൻഡേർഡ് ക്വാളിറ്റിയിൽ മറ്റു രാജ്യങ്ങളിലെ ഡെവലപ്പിംഗ് കൺട്രീസിലുള്ള കൺസ്യൂമേഴ്സിനും എന്ത് ചെയ്യുന്നു? ലഭിക്കുന്നു. ഒബ്വിയസ്ലി അവിടെ അപ്പോൾ എല്ലാവർക്കും ഒരു സിമിലർ ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ് ആണ് വരുന്നത് വെൻ ഇറ്റ് കംസ് ടു ദ ഷേപ്പ് ആൻഡ് ദ കൺസംഷൻ പാറ്റേൺ ഓഫ് ദ പ്രോഡക്ട്സ്. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ ഇന്റഗ്രേഷൻ ഓഫ് മാർക്കറ്റ്സ് സംഭവിക്കുന്നു എന്ന് പറയുന്നത്. സോ ദീസ് ആർ ദി ഇഫക്ട്സ് ഓഫ് ഗ്ലോബലൈസേഷൻ.